നമ്മുടെ കേരള പി എസ് സിയുടെ സ്റ്റാഫ് നഴ്സ് എക്സാം, അതല്ല RRB നോർസെറ്റ് ഏത് എക്സാം ആയിക്കോട്ടെ, അതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാവുന്ന GPSC എക്സാം ഈ ഏപ്രിൽ 26-ാം തീയതിയാണ്. ഇനി എനിക്ക് തോന്നുന്നു ഒരു ഏകദേശം ഒരു 25-26 ദിവസം മാത്രമേ ഉള്ളൂ അല്ലെ. ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കുറച്ച് പേരുകളാണ്. കുറെ പേരുകൾ ചോദിക്കും, കുറച്ച് ഇയേഴ്സ് ചോദിക്കും, പിന്നെ കുറച്ച് സിംറ്റംസ് ചോദിക്കും. വെൽക്കം ടു എജൂസ് അക്കാഡമി. എജൂസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ നഴ്സിംഗ് എക്സാംസിന്, അത് ഏത് എക്സാം ആയിക്കോട്ടെ, JPHN എക്സാം, നമ്മുടെ കേരള പി എസ് സിയുടെ സ്റ്റാഫ് നഴ്സ് എക്സാം, അതല്ല RRB നോർസെറ്റ് ഏത് എക്സാം ആയിക്കോട്ടെ, അതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാവുന്ന വൺ ലൈനേഴ്സ് ആണ്. നമ്മൾ സാധാരണ ഈ ഒരു സീരീസ് കുറച്ച് നാളുകൊണ്ട് ചെയ്തു വരികയായിരുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ സൈക്കാട്രിക് നഴ്സിംഗ് കേട്ടോ, അതായത് മെന്റൽ ഹെൽത്ത് നഴ്സിംഗിൽ നിന്നുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 50 വൺ ലൈനേഴ്സ് ആണ് കേട്ടോ. വളരെ നന്നായിട്ട് പഠിക്കുക. ഇൻ കേസ് നിങ്ങൾക്ക് ഇതിപ്പോ വീഡിയോ ഫുൾ ആയിട്ട് കേൾക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ വാച്ച് ഫോർ ലേറ്റർ ഇടുക. പിന്നീട് സമയം എടുത്ത് തന്നെ, അതായത് നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ള ഒരു എൻവയോൺമെന്റ് അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ ഇരിക്കുമ്പോൾ തന്നെ ഇത് കേൾക്കുക. കാരണം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 50 പോയിന്റ്സ് ആണ്, മീൻസ് നമ്മുടെ ബുക്കിൽ അവിടെ എവിടെയൊക്കെ കിടക്കുന്ന 50 പോയിന്റ്സ് ആണ് ഞാൻ ഒരുമിച്ച് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, നമ്മുടെ JPHN എക്സാം ഈ ഏപ്രിൽ 26-ാം തീയതിയാണ്. ഇനി എനിക്ക് തോന്നുന്നു ഒരു ഏകദേശം ഒരു 25-26 ദിവസം മാത്രമേ ഉള്ളൂ അല്ലെ. അപ്പോൾ നമ്മുടെ എജൂസ് അക്കാഡമിയുടെ റിവിഷൻ ബാച്ച് എക്സ്ക്ലൂസീവ്ലി JPHN വേണ്ടിയുള്ള റിവിഷൻ ബാച്ച് അഡ്മിഷൻ നടക്കുകയാണ്. അപ്പം ആരെങ്കിലും ഇനി അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ സമയം പാഴാക്കാതെ എത്രയും പെട്ടെന്ന് നമ്മുടെ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യുക. എത്രയും പെട്ടെന്ന് നിങ്ങൾ അഡ്മിഷൻ എടുക്കുക, പഠിക്കുക കേട്ടോ. അതായത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു 60+ അവേഴ്സ് ലൈവ് ആയിട്ടുള്ള ക്ലാസ്സസ് ആണ് വരിക. അതുകൂടാതെ നമ്മുടെ പീരിയോഡിക് ആയിട്ടുള്ള ടെസ്റ്റ്, മാരത്തൺ റിവിഷൻ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് നമ്മൾ ആക്ച്വലി റിവിഷൻ ബാച്ച് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം എല്ലാവരും എത്രയും പെട്ടെന്ന് അഡ്മിഷൻ എടുക്കുക കേട്ടോ. അപ്പൊ നമുക്ക് സമയം കളയാതെ നമുക്ക് ഇന്നത്തെ ഡിസ്കഷനിലേക്ക് പോകാം. സോ ആദ്യം നമ്മൾ കുറച്ച് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കുറച്ച് പേരുകളാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം സൈക്കാട്രിയുമായിട്ട് റിലേറ്റ് ചെയ്യുമ്പോൾ സാധാരണ ഏതൊക്കെ ചോദിക്കുക, കുറെ പേരുകൾ ചോദിക്കും, കുറച്ച് ഇയേഴ്സ് ചോദിക്കും, പിന്നെ കുറച്ച് സിംറ്റംസ് ചോദിക്കും, പിന്നെ കുറച്ച് ഡ്രഗ്സ് ചോദിക്കും അല്ലെ. സോ നമ്മൾ ആദ്യത്തെ സ്ലൈഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കുറച്ച് നെയിംസ് ആണ്. അപ്പം ആരാണ് ഈ ഫാദർ ഓഫ് സൈക്കാട്രി? ഫാദർ ഓഫ് സൈക്കാട്രി അസ്കിപ്പിയാഡിസ് ആണ് കേട്ടോ. അസ്കിപ്പിയാഡിസ് ആണ് ഫാദർ ഓഫ് സൈക്കാട്രി എന്നറിയപ്പെടുക. ദ ടേം സ്കിസോഫ്രീനിയ വാസ് കോയിൻഡ് ബൈ, സാധാരണ ചോദിക്കുന്നതാണ്, ആരാണ് ഈ സ്കിസോഫ്രീനിയ എന്ന ടേം കോയിൻ ചെയ്തത്? യൂജിൻ ബ്ലൂലർ ആണ്. ദെൻ സിഗ്മണ്ട് ഫ്രോയിഡ് ഈസ് എ ഫാദർ ഓഫ് സൈക്കോ അനാലിസിസ് കേട്ടോ. സൈക്കോ അനാലിസിസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. ദെൻ ഫസ്റ്റ് സൈക്കാട്രിക് നേഴ്സ് കേട്ടോ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫസ്റ്റ് സൈക്കാട്രിക് നേഴ്സ് ആരാണ്? ലിൻഡ റിച്ചാർഡ്സ് കേട്ടോ. ലിൻഡ റിച്ചാർഡ്സ് ആണ് ഫസ്റ്റ് സൈക്കാട്രിക് നേഴ്സ്. കൂടാതെ ഫസ്റ്റ് നേഴ്സ് ടു ഗ്രാജുവേറ്റ്, അതായത് ആദ്യമായിട്ട് ഡിഗ്രി നേടിയ നേഴ്സ് അല്ലെങ്കിൽ ആദ്യമായിട്ട് നഴ്സിംഗ് ഡിഗ്രി നേടിയത് ഈ പറഞ്ഞ ലിൻഡ റിച്ചാർഡ്സ് തന്നെയാണ്. നെക്സ്റ്റ് ഈ ബുക്കിന്റെ ഒരു ഓതറാണ്. ദ ബുക്ക് ഇന്റർപേഴ്സണൽ റിലേഷൻസ് in nursing കേട്ടോ. The book Interpersonal Relations in Nursing was written by Hildegard Peplow കേട്ടോ. പെപ്ലോ എഴുതിയ ബുക്കാണ് Interpersonal Relations in Nursing. നെക്സ്റ്റ് കുറച്ച് സിംറ്റംസ് ആണ് പറയുക. ഡെലൂഷൻ. എന്താണ് ഡെലൂഷൻ? സാധാരണ ചോദിക്കുന്നതാണ്. ഫോൾസ് ഫിക്സ്ഡ് ബിലീഫ് നോട്ട് ഷെയർഡ് ബൈ അതേഴ്സ്, അതായത് ഒരാൾക്ക്, ഒരു വ്യക്തിക്ക് മാത്രം തോന്നുകയാണ് എന്തെങ്കിലും ഫോൾസ് ആയിട്ടുള്ള ഒരു ബിലീഫ്, അത് നമുക്ക് ആക്ച്വലി പുള്ളിയെ ചേഞ്ച് ചെയ്യാനായിട്ട് കഴിയില്ല കേട്ടോ. പുള്ളിക്ക് അത് തന്നെ ഫിക്സ് ആയിട്ടിരിക്കുകയാണ്. സോ അതാണ് ഡെലൂഷൻ എന്ന് പറഞ്ഞാൽ. ഫോൾസ് ഫിക്സഡ് ബിലീഫ് ആണ്, നോട്ട് ഷെയർഡ് ബൈ അതേഴ്സ്. വേറെ ആർക്കും കാണത്തില്ല, ഒറ്റയാൾ മാത്രമേ അത് വിശ്വസിക്കുന്നുള്ളൂ. ദെൻ എന്താണ് ഹാലൂസിനേഷൻ? പെർസെപ്ഷൻ വിത്തൗട്ട് എക്സ്റ്റേണൽ സ്റ്റിമുലസ് കേട്ടോ. പ്രത്യേകിച്ച് പുറത്തുനിന്ന് ഒരു സ്റ്റിമുലയും ഉണ്ടാവില്ല, ആ പുള്ളിക്ക് എന്താണ് ഒരു പെർസെപ്ഷൻ ഉണ്ടാകും, അതായത് ഒരു സ്റ്റിമുലയും ഇല്ലാതെ ഒരു തോന്നൽ ഉണ്ടാകുന്നു. അതിനാണ് നമ്മൾ ഹാലൂസിനേഷൻ എന്ന് പറയുക. അടുത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഓഡിറ്ററി ഹാലൂസിനേഷൻ ഇസ് മോസ്റ്റ് കോമൺ ഇൻ സ്കിസോഫ്രീനിയ. അതായത് നമ്മൾ ചില ആൾക്കാർ, അതായത് ഹാലൂസിനേഷൻ ഉള്ള വ്യക്തികൾ അല്ലെങ്കിൽ സ്കിസോഫ്രീനിയ ഉള്ള വ്യക്തികൾ അവര് കേൾക്കും, വേറെ ആരോ സംസാരിക്കുന്നത് പോലെ പുള്ളിക്ക് കേൾക്കാം കേട്ടോ. അതാണ് ഓഡിറ്ററി ഹാലൂസിനേഷൻ എന്ന് പറയുക കേട്ടോ. അത് സാധാരണ വളരെ കോമൺ ആയിട്ട് കാണുന്നത് സ്കിസോഫ്രീനിയയിലാണ്. ബൈപോളാർ ഡിസോർഡർ ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഓൾട്ടർനേറ്റിംഗ് എപ്പിസോഡ്സ് ഓഫ് മാനിയ ആൻഡ് ഡിപ്രഷൻ. ബൈപോളാർ കേട്ടിട്ടുണ്ടാവില്ല. ബൈ എന്ന് പറഞ്ഞാൽ രണ്ടാണ്, അപ്പൊ രണ്ട് എക്സ്ട്രീംസിലുള്ള സിംറ്റംസ് ആണ് പേഷ്യന്റ് ഉണ്ടാകുക. എന്തൊക്കെയാണ്? മാനിയ എന്ന് പറഞ്ഞാൽ ഭയങ്കര എലിവേറ്റഡ് ആയിട്ടുള്ള മൂഡ് ആയിരിക്കും അല്ലെ. കൂടാതെ ഡിപ്രഷൻ, അത് മാറി മാറി വരുന്നു, അതിനാണ് നമ്മൾ ബൈപോളാർ ഡിസോർഡർ എന്ന് പറയുക. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡ്രഗ് ആണ് ലിഥിയം. ഈസ് യൂസ്ഡ് ആസ് എ മൂഡ് സ്റ്റെബിലൈസർ ഇൻ ബൈപോളാർ ഡിസോർഡർ അല്ലെ. നമ്മുടെ ബൈപോളാർ ഡിസോർഡറിൽ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഡ്രഗ് ഏതാണ്? ലിഥിയം ആണ് മൂഡ് സ്റ്റെബിലൈസർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് പറയുന്നത് 2-3 സിംറ്റംസ് ആണ്. ഇക്കോ ലാലിയ. ഇക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റെപ്പിറ്റേഷൻ അല്ലെ. ഇക്കോ, സൗണ്ടിന്റെ ഇക്കോ. സോ ഇക്കോ ലാലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെപ്പിറ്റേഷൻ ഓഫ് അനദേഴ്സ് വേർഡ്സ്, അതായത് വേറെ ഒരാൾ സംസാരിക്കുന്നത് അതുപോലെ റിപ്പീറ്റ് ചെയ്യുന്നു, അതിനെന്ത് പറയുന്നു? ഇക്കോ ലാലിയ. നെക്സ്റ്റ് എക്കോ പ്രാക്സിയ. സോ ഇവിടെ ഇക്കോ എന്ന് പറഞ്ഞാൽ റെപ്പിറ്റേഷൻ
തന്നെയാണ്, അല്ലെങ്കിൽ ഇമിറ്റേഷൻ ആണ്. വേറൊരു വ്യക്തിയുടെ ആക്ഷനെ കേട്ടോ, വേറൊരു വ്യക്തിയുടെ ആക്ഷനെ ഇമിറ്റേറ്റ് ചെയ്യുന്നതിന് നമ്മൾ എന്ത് പറയും? എക്കോപ്രാക്സിയ. എക്കോപ്രാക്സിയ മീൻസ് ഇമിറ്റേഷൻ ഓഫ് അനദേഴ്സ് ആക്ഷൻ. നെക്സ്റ്റ് നിയോലോജിസം. നിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പുതിയത് അല്ലെ. ലോജിസം എന്ന് പറഞ്ഞാൽ വേർഡ്സ് ആണ്. അപ്പൊ ഇൻവെൻഷൻ ഓഫ് ന്യൂ വേർഡ്സിനാണ് നമ്മൾ നിയോലോജിസം എന്ന് പറയുക. അതായത് അതുവരെ ഇല്ലാത്തൊരു വേർഡ് ഈ അസുഖമുള്ള സ്പെസിഫിക് ആയിട്ടുള്ള അസുഖമുള്ള വ്യക്തി എന്തെയും പുതിയ വേർഡ്സ് സംസാരിക്കുന്നു, അതിനാണ് നമ്മൾ നിയോലോജിസം എന്ന് പറയുക. അതേസമയം എന്താണ് വേർഡ് സലാഡ്? സലാഡ് എന്ന് പറഞ്ഞാൽ അറിയാലോ, അതിന്റെ പല തരത്തിലുള്ള സാധനങ്ങൾ ഉണ്ടാവും അല്ലെ. അതായത് ഒരുപാട് ഇനത്തിലുള്ള സാധനങ്ങൾ ഉണ്ടാവും. സോ വേർഡ് സലാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ജംബിൾ ഓഫ് മീനിങ്ലെസ് വേർഡ്സ്. അതായത് ഒരു മീനിങ് ഇല്ലാത്ത, ഒരു അർത്ഥമില്ലാത്ത വേർഡ്സ് പേഷ്യന്റ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അതിനാണ് നമ്മൾ എന്ത് പറയുക? വേർഡ് സലാഡ് എന്ന് പറയുക. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് കമ്പോണൻസ് ഓഫ് MMSE. എന്താണ് MMSE? മിനി മെന്റൽ സ്റ്റേറ്റസ് എക്സാമിനേഷൻ അല്ലെ. MSc അല്ല, അത് മെന്റൽ സ്റ്റേറ്റസ് എക്സാമിനേഷൻ ആണ്. ഇത് മിനി മെന്റൽ സ്റ്റേറ്റ് എക്സാമിനേഷൻ ആണ്. അതിൽ എന്തൊക്കെ കോമ്പോണൻസ് ഉണ്ട്? അതിൽ ആക്ച്വലി 6 കോമ്പോണൻസ് ആണ് വരിക. ഒന്ന് ഓറിയന്റേഷൻ, 2 രജിസ്ട്രേഷൻ, പിന്നെ അറ്റൻഷൻ, കാൽക്കുലേഷൻ, റീകോൾ, ലാംഗ്വേജ്. ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കും കേട്ടോ. MMSCയിൽ വരുന്ന കോമ്പോണൻസ് എന്തൊക്കെയാണ്? ഓറിയന്റേഷൻ, രജിസ്ട്രേഷൻ, അറ്റൻഷൻ, കാൽക്കുലേഷൻ, റീകോൾ ആൻഡ് ലാംഗ്വേജ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അക്കതേസിയ, അതായത് ഡ്രഗ്സിന്റെ സൈഡ് എഫക്ട്സ് ആണ്. സോ എന്താണ് ഈ അക്കതേസിയ? അക്കതേസിയ എന്ന് പറഞ്ഞാൽ മോട്ടോർ റെസ്റ്റ്ലെസ്നെസ് ആണ് കോസ്ഡ് ബൈ ആന്റിസൈക്കോട്ടിക്സ് കേട്ടോ. ആന്റിസൈക്കോട്ടിക്സ് കഴിക്കുന്നത് കാരണം പേഷ്യന്റ് വരുന്ന മോട്ടോർ ആയിട്ടുള്ള റെസ്റ്റ്ലെസ്നെസ്, അതിനെയാണ് നമ്മൾ അക്കതേസിയ എന്ന് പറയുക. എന്താണ് ടാർഡിയോ ഡിസ്കൈനേസിയ എന്ന് പറയുക? ലേറ്റ് ഓൺസെറ്റ് മൂവ്മെന്റ് ഡിസോർഡർ ഫ്രം ലോങ് ടേം ആന്റിസൈക്കോട്ടിക് യൂസ്. അതായത് ദീർഘകാല പേഷ്യന്റ് ആന്റിസൈക്കോട്ടിക്സ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പേഷ്യന്റ് വരുന്ന ലേറ്റ് ഓൺസെറ്റ് അല്ലെങ്കിൽ പിന്നീട് വരുന്ന മൂവ്മെന്റ് ഡിസോർഡറിനെയാണ് നമ്മൾ എന്ത് പറയുക? ടാർഡിയോ ഡിസ്കൈനേസിയ എന്ന് പറയുക. നെക്സ്റ്റ് എക്സ്ട്രാ പിരമിഡൽ സിംറ്റംസ് എന്തൊക്കെയാ വരിക? ട്രെമേഴ്സ് വരുന്നുണ്ട്, റിജിഡിറ്റി, പിന്നെ ബ്രാഡികൈനേസിയ. ട്രെമേഴ്സ് എന്ന് പറഞ്ഞാൽ അറിയില്ല, വിറയല്, റിജിഡിറ്റി, മസിൽ റിജിഡ് ആയിരിക്കും. കൂടാതെ ബ്രാഡികൈനേസിയ, പേഷ്യന്റ് മൂവ്മെന്റ് വളരെ സ്ലോ ആയിരിക്കും കേട്ടോ, അതിനാണ് ബ്രാഡികൈനേസിയ എന്ന് പറയുക. നെക്സ്റ്റ് ന്യൂറോലെപ്റ്റിക് മാലിഗ്നന്റ് സിൻഡ്രോം. എന്താണ് ന്യൂറോലെപ്റ്റിക് മാലിഗ്നന്റ് സിൻഡ്രോം എന്ന് പറയുക? റെയർ ലൈഫ് ത്രെട്ടനിങ് റിയാക്ഷൻ ടു ആന്റിസൈക്കോട്ടിക്സ്. ഈ ആന്റിസൈക്കോട്ടിക്സിന് വരുന്ന ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് നമ്മൾ ന്യൂറോലെപ്റ്റിക് മാലിഗ്നന്റ് സിൻഡ്രോം എന്ന് പറയുക. നെക്സ്റ്റ് ദ വോൾട്ടേജ് നീഡഡ് ടു പ്രൊഡ്യൂസ് സീഷേഴ്സ് വൈൽ ഗിവിംഗ് ECT. നമ്മുടെ ECT വളരെ ഇമ്പോർട്ടന്റ് ആണ്. ECT ഇൻട്രൊഡ്യൂസ് ചെയ്താരാണ്? സെർലിറ്റി ആൻഡ് ബിനി അല്ലെ. സോ ECT ഇലക്ട്രോ കൺവൾസീവ് തെറാപ്പിയുടെ വോൾട്ടേജ് എത്രയാണ്? നമുക്ക് ആക്ച്വലി സീഷർ എലിസിറ്റ് ചെയ്യാനുള്ള വോൾട്ടേജ് 70 to 130, 70 മുതൽ 130 വോൾട്ട്സ് ആണ് നമുക്ക് ആവശ്യമായിട്ട് വരിക. നെക്സ്റ്റ് ഡിപ്രഷൻ എന്താണ്? മാർക്ഡ് ബൈ സാഡ്നസ്, അനഡോണിയ ആൻഡ് ഫെറ്റിഗ്. അതായത് പേഷ്യന്റ് ഭയങ്കര ഡൗൺ ആയിരിക്കും, ഭയങ്കര സാഡ് ആയിരിക്കും. അനഡോണിയ എന്ന് പറഞ്ഞാൽ പേഷ്യന്റ് പ്ലഷർ ഒന്നും ഉണ്ടാവില്ല, പ്ലഷർ എക്സ്പീരിയൻസ് ചെയ്യാവുന്ന കാര്യങ്ങളിലൊന്നും പേഷ്യന്റ് ഒട്ടും പ്ലഷർ തോന്നത്തില്ല. കൂടാതെ ഫെറ്റിഗ് ഉണ്ടാവും കേട്ടോ. നെക്സ്റ്റ് ECT is used for severe depression and suicidal risk. പേഷ്യന്റ് സിവിയർ ഡിപ്രഷൻ ഉണ്ട് അല്ലെങ്കിൽ പേഷ്യന്റ് സൂയിസൈഡൽ റിസ്ക് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ECT കൊടുക്കും അല്ലെങ്കിൽ ECT അപ്ലൈ ചെയ്യും. നെക്സ്റ്റ് അൽഷൈമേഴ്സ് ഡിസീസ് ഇസ് ദ മോസ്റ്റ് കോമൺ കോസ് ഓഫ് ഡിമെൻഷ്യ. ഇമ്പോർട്ടന്റ് ആണ്, ഡിമെൻഷ്യയുടെ മോസ്റ്റ് കോമൺ കോസ് ആണ് അൽഷൈമേഴ്സ് ഡിസീസ് എന്ന് പറയുക. നെക്സ്റ്റ് നാഷണൽ മെന്റൽ ഹെൽത്ത് പ്രോഗ്രാം വാസ് സ്റ്റാർട്ടഡ് ഇൻ 1982 കേട്ടോ. നാഷണൽ മെന്റൽ ഹെൽത്ത് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത് 1982 ആണ്. ദ ഇലൂഷൻ ഈസ് ദ മിസ് പെർസെപ്ഷൻ ഓഫ് എക്സ്റ്റേണൽ സ്റ്റിമുലൈ. നമ്മൾ നേരത്തെ പറഞ്ഞു ഹാലൂസിനേഷൻ, അവിടെ സ്റ്റിമുലൈ ഇല്ല, ഇവിടെ ആക്ച്വലി സ്റ്റിമുലൈ ഉണ്ട്, അതിനെ മിസ് ആയിട്ട് ഇന്റർപ്രറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ മിസ് പെർസെപ്ഷൻ പേഷ്യന്റ് ഉണ്ടാകുന്നു. അതിന് നമ്മൾ എന്ത് പറയുന്നു? അതിന് നമ്മൾ ഇല്യൂഷൻ എന്ന് പറയുന്നു. നെക്സ്റ്റ് അനോറെക്സിയ നെർവോസ എന്താണ്? ക്യാരക്ടറൈസ്ഡ് ബൈ ഫിയർ ഓഫ് ഗെയിനിങ് വെയിറ്റ്. പേഷ്യന്റിന് പേടി തോന്നുന്നു, എന്താണ്? വെയിറ്റ് ഗെയിൻ ഉണ്ടാകും എന്നുള്ള പേടി തോന്നുന്നു, അതിനാണ് നമ്മൾ അനോറെക്സിയ നെർവോസ എന്ന് പറയുക. നെക്സ്റ്റ് ബുളീമിയ നെർവോസ എന്താണ്? ഇൻവോൾവ്സ് ബിഞ്ച് ഈറ്റിംഗ് ഫോളോഡ് ബൈ പർജിങ്. പേഷ്യന്റ് ഒരുപാട് കണ്ടമാനം കിട്ടുന്നതെല്ലാം വാരി വലിച്ച് കഴിക്കും, അതിനുശേഷം പേഷ്യന്റ് എന്ത് ചെയ്യുന്നു? പേർജിങ് ഉണ്ടാകുന്നു. സോ അതിനാണ് നമ്മൾ ബുളീമിയ നെർവോസ എന്ന് പറയുക. നെക്സ്റ്റ് ഡൈസൾഫിറാം is used in the aversion therapy for alcohol dependence. ആൽക്കഹോൾ ഡിപെൻഡൻസിന്റെ അവേർഷൻ തെറാപ്പിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡ്രഗ് എന്താണ്? ഡൈസൾഫിറാം ആണ്. നെക്സ്റ്റ് വേർണിക്സ് എൻകഫലോപ്പതി is due to thiamine deficiency in alcoholics. ആൽക്കഹോളിക്സിലെ thiamine deficiency കാരണമാണ് പേഷ്യന്റ് വേർണിക് എൻകഫലോപ്പതി ഉണ്ടാവുക. കോസാക്കോസൈക്കോസിസ് മാർക്ഡ് ബൈ മെമ്മറി ലോസ് ആൻഡ് കൺഫാബുലേഷൻ കേട്ടോ. കോസാക്കോസൈക്കോസിസ് എന്ന് പറയുന്നതും ഈ ക്രോണിക് ആൽക്കഹോളിസത്തിന്റെ ഒരു കോംപ്ലിക്കേഷൻ ആയിട്ട് വരുന്നതാണ്. പേഷ്യന്റ് എന്താണ്? മെമ്മറി ലോസ് ഉണ്ടാവും. കൂടാതെ കൺഫാബുലേഷൻ. എന്താണ് കൺഫാബുലേഷൻ എന്ന് പറയുക? കൺഫാബുലേഷൻ എന്ന് പറഞ്ഞാൽ ഫില്ലിംഗ് അപ്പ് ദ ഗ്യാപ്പ് ഇൻ ദ മെമ്മറി എന്ന് പറയുക. അതായത് പേഷ്യന്റ് മെമ്മറിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഗ്യാപ്പ് വരുന്നതിനൊക്കെ ആർട്ടിഫിഷ്യൽ ആയിട്ട് എന്തെങ്കിലും വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുന്നു, അതിനാണ് നമ്മൾ കൺഫാബുലേഷൻ എന്ന് പറയുക. നെക്സ്റ്റ് കുറച്ച് ഈഗോ ഡിഫൻസ് മെക്കാനിസംസ് ആണ്. ഡിനയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? റിഫ്യൂസൽ ടു അക്സെപ്റ്റ് റിയാലിറ്റി. യാഥാർത്ഥ്യം അക്സെപ്റ്റ് ചെയ്യാതിരിക്കുക.
ചെയ്യാതിരിക്കുന്നതിനാണ് നമ്മൾ ഡിനയൽ എന്ന് പറയുക. എന്താണ് റാഷണലൈസേഷൻ, ഗിവിംഗ് അക്സെപ്റ്റബിൾ റീസൺ ഫോർ ബിഹേവിയർ. അതായത് ഒരു കാര്യം നമുക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിൽ അതിന് വെറുതെ കഴിവുകൾ പറയുന്നു, അതിനെ ന്യായീകരിക്കുന്നു, അതിനാണ് നമ്മൾ റാഷണലൈസേഷൻ എന്ന് പറയുക. എന്താണ് ഡിസ്പ്ലേസ്മെന്റ്? ട്രാൻസ്ഫേഴ്സ് ഫീലിംഗ് ഫ്രം വൺ ടാർഗറ്റ് ടു അനദർ. അതായത് എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു ടാർഗറ്റിൽ നിന്ന് വേറൊരു ടാർഗറ്റിലേക്ക് ചെയ്യുന്നു. അല്ലെങ്കിൽ ഇപ്പം എന്റെ ബോസ് വഴക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വീട്ടിൽ പോയിട്ട് എന്റെ കുഞ്ഞുങ്ങളോട് വഴക്കുണ്ടാക്കുന്നു, അതിനാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുക. റിഗ്രഷൻ എന്താണ്? റിവേർട്ടിംഗ് ടു ഏർലിയർ ഡെവലപ്മെന്റൽ സ്റ്റേജസ്. അതായത് ഒരു സ്ട്രെസ്, ഒരു ടെൻഷൻ വരുമ്പോൾ നമ്മുടെ ചെറുപ്പത്തിലെ ഉള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ പോകുന്നു, അതിനാണ് റിഗ്രഷൻ എന്ന് പറയുക. എന്താണ് ക്യാൻസർ സിൻഡ്രോം? സിൻഡ്രോം ഓഫ് അപ്രോക്സിമേറ്റ് ആൻസേഴ്സിനാണ് നമ്മൾ ക്യാൻസർ സിൻഡ്രോം എന്ന് പറയുക. എന്താണ് ഇപ്പം 5 + 5 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേഷ്യന്റ് 11 പറയും. അതായത് കറക്റ്റ് ആയിട്ടുള്ള 10 ആൻസർ പറയാതെ അതിനോട് അടുത്ത് വരുന്ന ആൻസേഴ്സ് പറയും, അതിനാണ് ക്യാൻസർ സിൻഡ്രോം എന്ന് പറയുക. നെക്സ്റ്റ് എന്താണ്? ഫ്ലഡിംഗ് ഈസ് എ ടൈപ്പ് ഓഫ് എക്സ്പോഷർ തെറാപ്പി. അതായത് ഫ്ലഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഏതെങ്കിലും ഒരു സാധനത്തോട് പേടിയുണ്ടെങ്കിൽ ആക്ച്വലി അത് വെച്ചിട്ട് ഒത്തിരി സാധനങ്ങളെ നമ്മളെ എക്സ്പോസ് ചെയ്യും, അതിനാണ് നമ്മൾ ഫ്ലഡിംഗ് എന്ന് പറയുക. നെക്സ്റ്റ് സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ ഇസ് യൂസ്ഡ് ഇൻ ഫോബിയ ട്രീറ്റ്മെന്റ്. പേഷ്യന്റ് ഫോബിയ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ ട്രീറ്റ്മെന്റ് യൂസ് ചെയ്യുന്ന എന്താണ്? സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഡീസെൻസിറ്റൈസേഷൻ, പതിയെ കാര്യങ്ങളിലോട്ട് എക്സ്പോസ് ചെയ്യുന്നു. നെക്സ്റ്റ് മില്യൂ തെറാപ്പി പ്രൊവൈഡ്സ് എ സ്ട്രക്ചേർഡ് തെറാപ്യൂട്ടിക് എൻവയോൺമെന്റ്. ദെൻ ട്രാൻസ്ഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റെഫേഴ്സ് ടു ദ റീഡയറക്ഷൻ ഓഫ് ഫീലിംഗ്സ് ഫോർ അതേഴ്സ് ഓൺ ടു ദ തെറാപ്പിസ്റ്റ്. അതായത് ഒരു വളരെ കെയറിംഗ് ആയിട്ടുള്ള ഒരു തെറാപ്പിസ്റ്റ് ആണെങ്കിൽ എന്താണ് പേഷ്യന്റിന് തോന്നും ഇതെന്റെ അമ്മയാണെന്ന് തോന്നും കേട്ടോ, അതിനാണ് നമ്മൾ ട്രാൻസ്ഫറൻസ് എന്ന് പറയുക. കൗണ്ടർ ട്രാൻസ്ഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? തെറാപ്പിസ്റ്റ് ഇമോഷണൽ റിയാക്ഷൻ ടു ദ ക്ലയന്റ്. അതായത് തെറാപ്പിസ്റ്റിന് ആക്ച്വലി ക്ലയന്റിനോട് ഇമോഷണൽ റിയാക്ഷൻ ഉണ്ടാകുന്നു, അതിനാണ് നമ്മൾ കൗണ്ടർ ട്രാൻസ്ഫറൻസ് എന്ന് പറയുക. ട്രാൻസ്ഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി പേഷ്യന്റിന് തെറാപ്പിസ്റ്റിനോട് തോന്നുന്നു, അതേസമയം കൗണ്ടർ ട്രാൻസ്ഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറാപ്പിസ്റ്റിന് ആക്ച്വലി ഇമോഷണൽ റിയാക്ഷൻ ടുവേഴ്സ് ദ ക്ലയന്റ് അത് തോന്നുന്നു, അതിനാണ് നമ്മൾ എന്ത് പറയുക? കൗണ്ടർ ട്രാൻസ്ഫറൻസ് എന്ന് പറയുക. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് മെന്റൽ ഹെൽത്ത് ആക്ട് കേട്ടോ. മെന്റൽ ഹെൽത്ത് ആക്ട് 1987 ആയിരുന്നു, അതിനെ റീപ്ലേസ് ചെയ്തതെന്ന് വെച്ചിട്ടാണ് മെന്റൽ ഹെൽത്ത് കെയർ ആക്ട് കേട്ടോ. മെന്റൽ ഹെൽത്ത് കെയർ ആക്ട് ഇയർ ഇമ്പോർട്ടന്റ് ആണ്, 2017 ആണ്. ഇത് എൻഫോഴ്സ് ചെയ്തത് അല്ലെങ്കിൽ ഇത് നിലവിൽ വന്നത് 2018 ആണ്. മാറിപ്പോകരുത്, ചോദിക്കാം. നിലവിൽ വന്നത് 2018 ആണ്. നെക്സ്റ്റ് നിഹിലിസ്റ്റിക് ഡെലൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെലൂഷണൽ ബിലീഫ് ഓഫ് ബീങ് ഡെഡ്, ഡീകമ്പൻസേറ്റഡ് ഓർ നോട്ട് എക്സിസ്റ്റിംഗ് എൻറ്റേർലി ആസ് എ ഹ്യൂമൻ ബീയിങ്. അതായത് ആൾ മരിച്ചുപോയി അല്ലെങ്കിൽ ഓർഗൻസ് ഇല്ല, അങ്ങനെ ഒരു മനുഷ്യനെ ഇല്ല എന്നുള്ള ഒരു ചിന്ത വരുന്നതിനാണ് നമ്മൾ നിഹിലിസ്റ്റിക് ഡെലൂഷൻ എന്ന് പറയുക. ICD-11 and DSM-5 are the classification system for mental disorders. Adolescents are at increased risk for anxiety and depression. ആങ്സൈറ്റി ഡിപ്രഷൻ ഒക്കെ ഏറ്റവും കൂടുതൽ ഇൻക്രീസ്ഡ് ആയിട്ടുള്ള റിസ്ക് ഉള്ളതാക്കാണ് അഡോളസൻസിനാണ്. Then mental retardation is now termed as intellectual disability. mental retardation നമ്മളിപ്പോ എന്താ പറയുക? ഇന്റലക്ച്വൽ ഡിസബിലിറ്റി എന്നാണ് പറയുക. നെക്സ്റ്റ് ക്ലാങ് അസോസിയേഷൻ ഇസ് ബേസ്ഡ് ഓൺ റിതമിങ് നോട്ട് മീനിങ്. അതായത് അർത്ഥം വെച്ച് പറയുകയല്ല, റിതമിങ് ഓരോ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു അതിന്റെ പ്രാസം ഒപ്പിച്ച് പറയുന്നതിനാണ് നമ്മൾ ക്ലാങ് അസോസിയേഷൻ എന്ന് പറയുക. ട്രസ്റ്റ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫാക്ടർ ഇൻ തെറാപ്യൂട്ടിക് റിലേഷൻഷിപ്പ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡെഫിഷ്യൻസി ഓഫ് സെറോട്ടോണിൻ ഓർ 5-hydroxytryptamine cause depression. Then chlor diazepoxide is the drug of choice in withdrawal symptoms of alcoholism. Alcoholismത്തിന്റെ withdrawal symptom നമ്മൾ കൊടുക്കുന്ന എന്താണ്? ക്ലോർ ഡൈസിപോക്സൈഡ് ആണ്. Then agranulocyte is the side effect of clozapine. Clozapine എന്താണ്? ഒരു atypical antipsychotic ആണ്. അതിന്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് വരുന്ന എന്താണ്? agranulocytosis. അതായത് പേഷ്യന്റ് ഗ്രാനുലോസൈറ്റ്സിന്റെ ഒക്കെ കൗണ്ട് കുറയുന്നു, അതിനാണ് നമ്മൾ agranulocytosis എന്ന് പറയുക. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് നമ്മുടെ സൈക്കാട്രിയിൽ നിന്നുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വൺ ലൈനേഴ്സ് ആണ്. വളരെ നന്നായിട്ട് പഠിക്കുക. ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ JPHന്റെ റിവിഷൻ ബാച്ചിന്റെ അഡ്മിഷൻ തുടരുന്നുണ്ട്. അപ്പം നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള എത്രയും പെട്ടെന്ന് ഓഫീസുമായിട്ട് ബന്ധപ്പെടുക. നിങ്ങളുടെ എക്സാമിന് വേണ്ടി എല്ലാവിധ ഭാവുകങ്ങളും. ബൈ ബൈ.